അതാണ് അച്ഛൻ ചോദിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ സലീം കുമാർ ഏട്ടൻ്റെ മരണമായിരുന്നു. അതിനെ തുടർന്നിട്ട് നടന്നിട്ടുള്ള വിവാദങ്ങൾക്ക് കൈയും കണക്കുമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ ചിലവർ നീ അങ്ങനെ പറഞ്ഞില്ലടാ ഇങ്ങനെ പറഞ്ഞില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ പറയാത്ത കാര്യങ്ങളടക്കം എൻ്റെ മുൻ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കണ്ടിട്ട് സംസാരിക്കുക. ഓക്കെ, വിഷയം സലീം കുമാർ ഏട്ടൻ ഇന്നലെ മരണപ്പെട്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൻ ആടിയും വഴക്കും ചീത്തവിളിയും ഒക്കെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇവൻ ചത്തത് നന്നായി എന്നുള്ള അടക്കമുള്ള ഒരുപാട് കമൻസ്, അതും പൊളിറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് രീതിയിൽ വളരെ മോശമായിട്ട് തൊട്ടി കമൻറ്റുകൾ ഇടുന്ന കുറെ തൊട്ടികൾ പരമച്ചറ്റകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, കണ്ടപ്പോൾ വിഷമം തോന്നി. ആ വ്യക്തി എന്താണ് നിന്റെയൊക്കെ മറ്റേ അടുപ്പിൻ്റെ അകത്ത് വന്നിട്ട് വല്ലതും ചെയ്താ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്നാ തൊട്ടി തന്നെ ആ വ്യക്തി ചെയ്തത്? അത്രയ്ക്ക് വെറും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ സലീമേട്ടനെ വലിച്ചു കീറുന്നതാണ് ഞാൻ കണ്ടത്. എന്താ നിനക്കൊക്കെ നിന്റെയൊക്കെ മറ്റേ വന്ന് വല്ലതും ചെയ്തങ്ങേര് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നിന്റെയൊക്കെ വർത്തമാനം. എടാ, ഒരുപാട് ചിരിപ്പിച്ച, ഒരുപാട് ചിന്തിപ്പിച്ച, ഒരുപാട് കരയിപ്പിച്ച ഒരു അനുഗ്രഹീത കലാകാരനാണ്. അല്ല ടിനി ടോമിനെ പോലെ കഴിവില്ലാതെ വന്നിരുന്നിട്ട് കൊണയടിച്ചിട്ട് പോയൊരു കലാകാരനല്ല. ഓക്കെ, ടിനി ടോമൊക്കെ കരഞ്ഞ് മെഴുകുന്നത് കണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഇമോഷൻ ആയിരിക്കാം. എന്നാൽ എനിക്ക് കണ്ടിട്ട് അത് അത്ര ഇങ്ങോട്ട് തോന്നിയില്ല. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നലായിരിക്കും. അതിൻ്റെ റീസൺ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ അൻസിബ വിഷയവുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ വന്ന് നിന്ന് കരയുമ്പോൾ കുറെ സഹതാപം കിട്ടിയാലോ എന്ന് വെച്ചിട്ട് സ്വയമേ ഒന്ന് വെളുപ്പിച്ചെടുത്ത പരിപാടി പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കേട്ടോ. ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഈ കരയുന്നതുമായി ബന്ധപ്പെട്ട്, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. ഓക്കെ, ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സീരിയസ്ലി പറയാം, എനിക്ക് എന്തോ നല്ല പോലെ എനിക്ക് അഭിനയമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമിച്ച് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അഭിനയമായിട്ടാണ് തോന്നിയത്. കാരണം ഒരുപാട് വിഷയത്തിൽപ്പെട്ട് ഏറിലാണ്. കാരണം ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ഉടായ്പാണെന്ന് നാട്ടുകാർ നല്ലോണം അറിഞ്ഞു. അത് അൻസിബയുടെ കേസിലായാലും ആ പെൺകുട്ടിയെ മനഃപൂർവ്വം കരിവാരി തേച്ച അടക്കം എല്ലാ കാര്യങ്ങളും സംഘടനയ്ക്കകത്ത് നിന്ന് കാണിക്കുന്ന പല തന്തയില്ലായ്മയും ടിനി ടോമിന്റെ മകനടക്കം ഏറിപ്പോയി. മകൻ പോയി വഴക്കുണ്ടാക്കി വീട്ടുകാർ ടിനി ടോമിനെ പറ്റി പറയുന്നത്, അങ്ങനെ പല രീതിയിലുള്ള ടിനി ടോമിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വന്ന് മൂഞ്ചിയിരിക്കുന്ന അവസ്ഥയിലാണ് ടിനി ടോം അവിടെ പോയിട്ട് ഭയങ്കര വിഷമാകുലനായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാഴ്ചവെക്കുന്നത്. കാണുമ്പോൾ നാടകമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇനി നാടകമാണോ അതോ റിയൽ ആണോ എന്ന്. ഞാൻ അതുകൊണ്ടാണ് ഒന്നും പറയാൻ നിൽക്കാത്തത്. ഒരാൾ കരയുന്നത് കണ്ടിട്ട് നാടകമാണോ ഇല്ലാത്തതാണോ നമുക്ക് തീർത്തും പറയാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ ഉൾബോധ മനസ്സിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പട്ടി ഷോ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഫീൽ ചെയ്തു. ഇനി കുറെ വിവരദോഷികൾ ഒരു കൂട്ടായ്മ തന്നെ ഈ മരണ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. ഇത്രയും പോങ്ങന്മാരും ഇത്രയും കിഴങ്ങന്മാരും ആയി പോയതിലൂടെ മലയാളികളെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചിരുന്നു പോയി. എല്ലാ മലയാളികളെയും പറയുന്നില്ല കേട്ടോ, എങ്കിലും ഞാൻ പറയുന്നത് അത്രയ്ക്ക് മ്ലേച്ഛമായി പോയി, വെറും ചറ്റത്തനമായി പോയി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഓക്കെ, സീരിയസ്ലി വെറും പുച്ഛമാണ് എനിക്ക് തോന്നിയത്, വെറും പുച്ഛം. അമ്മാതിരി തൊട്ടി പരിപാടിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. സലീമേട്ടൻ്റെ മകൻ ചന്തു എണീറ്റ് നിന്ന് മീഡിയക്കാരന്മാരെല്ലാം വിളിച്ച്, ഞാനാണ് തായും പോകും വെച്ച് വിളിച്ചാൽ അമ്മാതിരി തൊട്ടി പരിപാടി. ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്താണ് അവൻ്റെയൊക്കെ കോണാത്തിലെ ഷൂട്ടിങ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഓക്കെ ഒരു പരിധി വരെ ആകാം, പക്ഷെ അതൊരു മരണ വീടാണ്. അവർക്ക് അവിടെ ഇമോഷൻസ് ഉണ്ട്, അവർക്ക് അവരുടെ ഇമോഷൻസ് ചിലപ്പോൾ കരഞ്ഞ് തീർക്കേണ്ടി വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആണ്. ഓക്കെ, ആ സമയത്ത് ഒരുമാതിരി മറ്റേ കോണാത്തി കൊണ്ട് ക്യാമറയും ചുരുട്ടി വെച്ച് അവിടെ കിടന്ന് തൊട്ടി പരിപാടി ഒരുമാതിരി ചന്തക്കകത്ത് കിടന്ന് ബഹളം വയ്ക്കുന്ന പോലെ കുറെ ആലവിലാദികളെ കാണിച്ചു. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസാക്കി പിടിച്ചു. എന്നാൽ ഞാൻ വീണ്ടും ഒരുപാട് വീഡിയോസ് അതിനുശേഷം കാണാൻ തുടങ്ങി. കണ്ടപ്പോഴും ഉമ്മൻ എന്നാ തൊട്ടി പരിപാടി അവിടെ കിടന്ന് ഈ മീഡിയക്കാരന്മാർ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു മരണ വീടാണെന്നുള്ള സാമാന്യ ബോധം നിനക്കൊക്കെ ഇല്ലേ? നിനക്ക് എന്തുവാ കാണിച്ചത്? കണ്ടന്റ് ഒക്കെ കണ്ടന്റാണ്. എനിക്കും നിങ്ങൾക്കും ഇത് കണ്ടന്റാണ്, സമ്മതിച്ച. പക്ഷേ എല്ലാത്തിനും ഒരു അന്തസ്സുണ്ട്. തൊട്ടിത്തനം തന്തയില്ലായ്മയല്ല കാണിക്കേണ്ട. കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരവിടെ ഞാൻ പറയുന്നില്ല, പറഞ്ഞ പച്ച തെറിവല്ലായിപ്പോൾ. അതുപോലെ വേറെ കുറെ കിഴങ്ങന്മാർ വി ഡി സതീശൻ വന്ന സമയത്ത് കഴുത്തി കൊണ്ട് ഇട്ട് കൊടുക്കണം, മറ്റേ അവൻ്റെ കെണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കണം അതിൻ്റെ ഇടയിൽ.
മരണ വീട്ടിൽ വന്നപ്പോഴും ഇത്രയും വിവരമില്ലാത്തവന്മാരായിപ്പോലെ. ഇവനൊക്കെ മടൽ വെട്ടി അടിക്കണ്ട, മടൽ അവൻ്റെ മൊറ്റ എടുത്ത കോപ്പിലെ പരിപാടി അപ്പോഴാണ് കൊണ്ട് മരണ വീട്ടിലാണ് കൊണ്ട് കാണിക്കുന്നത്. ഞാൻ അത് കൊടുക്കാം വീഡിയോ കോപ്പ്. ഏതവനാടാ ഇവനൊക്കെ? ഏതവനാ നീയൊക്കെ? നാറി നാറി നിന്നെ അല്ലാണ്ട് എന്നാ പറയാനാ? ഒരു മരണ വീടാണെന്നുള്ള സാമാന്യ ബോധം നിനക്കൊക്കെ ഉണ്ടാ? നീയൊക്കെ ആഘോഷിക്കാൻ വന്നതാ? നിന്റെയൊക്കെ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യാൻ വന്നതാ? അതാ മറ്റേ ജാഥയ്ക്ക് പോകണമെന്ന് വിചാരിച്ച നീ? എന്താണ് നിന്റെയൊക്കെ ഉദ്ദേശം? സാമാന്യ വിവരം ഉണ്ടാ? നിന്റെ തന്ത എത്തിടന്നാ നീ ഇങ്ങനെ വീഡിയോ സാധിച്ചാൽ വന്നു കഴിഞ്ഞാൽ എണീറ്റ് നീ ഇട്ട് കൊടുക്കൂടാ? ഇത്രയേ ഉള്ളൂ ഇവനൊക്കെ. ഒരാളെ മരിച്ചു കിടക്കുന്ന മരണ വീട്ടിൽ വന്നിട്ട് കാണിക്കുന്ന മറ്റെടുത്തവൻ്റെയൊക്കെ കോപ്പിലെ പാർട്ടി കോപ്പ് തേങ്ങ മാങ്ങ തൊലി. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊന്നും അല്ല ഞാനിവിടെ കുറ്റം പറയുന്നത്. ആ മാറിയേ അവൻ്റെ മറ്റേ കെണ്ടി തോർത്തും കൊണ്ട് ഇട്ട് കൊടുക്കാൻ പോയില്ല, അവനെയാണ് ഞാൻ പറയുന്നത്. നിന്റെ തന്തയാണ് ചത്ത് കിടന്നതെങ്കിൽ ഇതുപോലെ പാർട്ടിക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ എണീറ്റ് നിന്ന് ഉടനെ ഇട്ട് കൊടുക്കുമോ കഴുത്തിൽ? കഷ്ടോടാ കഷ്ടം. അത്യാവശ്യം ഒരു സാമാന്യ ബോധം കാണിക്കും. ഇത്രയും വിവരദോഷികളായി മാറരുത്. ഓക്കെ ഓക്കെ തീട്ടങ്ങളാവല്ലോ കേട്ടാ. പട്ടിത്തീട്ടായിപ്പോയി. ഉള്ള കാര്യം പറയാം. പുച്ഛം. കുറെ അപരാധി മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ബോധം വിവരമില്ല, എങ്ങനെ എവിടെ പെരുമാറണം എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ല. സീരിയസ്ലി ഞാനൊന്നും പറയണില്ല, പറഞ്ഞാൽ കൂടി പോകും. ഇനി മീഡിയക്കാരന്മാരെ മറ്റേ എടുത്ത പരിപാടി ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തതാ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ചന്തു ഗതി കെട്ടിട്ടാ ഇങ്ങനെ ഒരു പ്രതികരണം അവന് പ്രതികരിക്കേണ്ടി വന്നത്. ഗതി കെട്ടിട്ട്. ഓക്കെ ആഘോഷോടാ നിനക്കൊക്കെ? മറ്റൊരുത്തൻ്റെ വീട്ടിലെ ദുഃഖം, അവൻ്റെ വീട്ടിലെ മരണം നിനക്കൊക്കെ ആഘോഷമോ? അടുപ്പിക്കരുത്. ഇനി മുതൽ ഒരു മരണ വീടുകളിലും ഇതുപോലെ ഈ മീഡിയക്കാരന്മാരെ അടുപ്പിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ സീരിയസ്ലി ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ വീഡിയോസ് പോയി ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നടക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളും അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ കാണുന്നത് എന്ന് വെച്ചിട്ട് തൊട്ടി പരിപാടി കാണിക്കില്ല. തൊട്ടി പരിപാടി എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റേഷൻ ക്രോസ് ചെയ്തില്ല. ഓക്കെ വെറും തൊട്ടി പരിപാടിയായി പോയി. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ആ വീഡിയോ കാണാം. അവന്റെ അച്ഛനാണ് അവിടെ കിടക്കുന്നേ. തീർന്നതാ, അവന്റെ അച്ഛനാണ് അവിടെ കിടക്കുന്നേ. ആ സാമാന്യ ബോധം പോലും ഇവിടെ ഉള്ള നാറികൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ വീഡിയോ മാത്രമല്ല, വേറെ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഞാനായിട്ടായിരുന്നു എടുത്തിട്ട് കല്ലുറക്കിയായിരുന്നു. ഞാൻ അമ്മാതിരി പരിപാടിയിൽ അവന്മാരവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. കണ്ടന്റ് കോപ്പ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം തന്ത വരെ അവനൊക്കെ വേണമെങ്കിൽ പിടിച്ചിട്ട് പണ്ണ്. അമ്മാതിരി തൊട്ടി പരിപാടിയാണ് അവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. കഷ്ടോടെ കഷ്ടം. ഇനി വേറെ ഒരുപാടുണ്ട്. വീഡിയോ സതീശൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം. മീഡിയക്കാരന്മാരൊക്കെ പിടിച്ചുള്ളത് ഇവന്മാർ വെറും ആൾക്കുളുത്ത് ആലവലാദികളായി മാറിയിട്ടുണ്ട് ഈ മീഡിയക്കാരന്മാർ. എന്തോന്ന് അവസ്ഥ ഇത്. എടേ ഇത് കല്യാണത്തിന് അല്ലെങ്കിൽ മറ്റേ സപ്ലൈക്കോ അല്ല അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന തേങ്ങ പരിപാടിയൊന്നുമില്ല. ഒരുത്തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഒരാള്, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുക, അവിടെ ഉണ്ടാക്കാൻ വന്നതാ ഇവന്മാര്. ചേടത്തള്ളേ എന്താ അവസ്ഥയുടെ. നാട്ടുകാരെ തെറിവിളി കിട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് മുഖ്യം വീഡിയോ കിട്ടിയില്ല. കോപ്പ്. ഇനി രാഹുൽ മാങ്കൂട്ടം ദിലീപും കൂടി പോയത് നിങ്ങൾ കണ്ടുകാണ്. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തു ഓൾറെഡി. അതും വിവാദമായി. അത് കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ അത് വേറെ രീതിയിൽ പോകുന്നു. വണ്ടി
അമ്മച്ചിമാർക്കും ആൻറ്റിമാർക്കും കളിക്കാനും ചിരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സമയം. എന്ത് മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ? എന്തിനാണ് ആ മരണ വീട്ടിൽ വന്നത്? അവിടെ നിന്ന് ചിരിക്കാനും ഷാക്കൻ്റെ കൊടുക്കാനും തോളിയൊക്കെ ഇടാനും ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ എന്നാ കോപ്പിന് അവിടെ മരണ വീട്ടിൽ വന്നത്? കുറേ സെലിബ്രിറ്റികളെയും നടന്മാരെ നടിമാരെയൊക്കെ കാണാൻ വേണ്ടി വന്നതല്ലേ? അതങ്ങ് പറഞ്ഞാൽ പോരെ. ഇവിടെ തനിക്കൊക്കെ അവിടെ നിൽക്കുന്ന അമ്മച്ചിമാരടക്കം ബോധമില്ല നിങ്ങൾക്കൊന്നും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരാൾ ചത്ത് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇതുപോലെ എണീറ്റ് നിന്ന് വരുന്നവരെടുത്ത് സെൽഫി എടുത്തു, അല്ലെങ്കിൽ അയ്യോ 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 എന്നൊക്കെ പറഞ്ഞ് കിടന്ന് സെൽഫി എടുത്ത് ഷേക്കൻഡ് കൊടുത്ത് വിടുവോ? എന്ത് മനുഷ്യന്മാരുടെ ഇതൊക്കെ. കുറേ എണ്ണമാണ്. ഞാൻ വേറെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു, ക്ലിപ്പിൽ ഫോട്ടോ എടുപ്പ്, സെൽഫി എടുപ്പ്, മൊത്തങ്ങയാൾ തന്നെ. ഞാനൊരു വീഡിയോ കൊടുക്കാം. ആ ചന്തുവിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. അവൻ എത്രത്തോളം കുരു പൊട്ടിയിട്ടാണ് അവിടെ കയറി പ്രതികരിച്ചത്, അത്രയും ഷൗട്ട് ചെയ്ത്. അവൻ്റെ അച്ഛൻ മുന്നിൽ കിടക്കുക. അവൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം, 4.5 മിനിറ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. പോലീസുകാർക്ക് ഗാർഡ് ഓഫ് ഓണർ കുറച്ച് സ്പേസ് ഉണ്ടാക്കണം. നോക്ക് വിളക്ക് നോക്ക്. അവിടുത്തെ കുറച്ച് ആൾക്കാർ എല്ലാരും ഈ ഗാർഡ് ഓഫ് ഓണർ സംസാരിക്കണ. ചന്തു 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 ചന്തു
ആ കുടുംബത്തിന്റെ അവസ്ഥ. ചന്തു കട്ടയ്ക്ക് പൊട്ടിയിട്ടാണ് അവൻ അത് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറയും ഇതെടുത്ത് വെച്ച് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നില്ലടാ. നമ്മൾ സംസാരിക്കുന്നു, ഓക്കെ, കണ്ടന്റാണ്, ഇല്ലെന്ന് പറയുന്നില്ല, ഓക്കെ. എന്നാലും പറയാനുള്ളത് പറയണ്ടേ, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പറയണ്ടേ. ഞാനൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇമാതിരി തൊട്ടി പരിപാടി എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കത്തില്ല. അല്ലെങ്കിൽ എൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് അതേ മരണ വീട്ടിൽ കയറിയിട്ട് മറ്റേ കോണാത്ത പരിപാടി ഞാൻ ചെയ്യത്തില്ല, ഓക്കെ. കഷ്ടോടെ കഷ്ടം. അവൻ അത്രയും പൊട്ടിയിട്ട് നിനക്കൊക്കെ സാമാന്യ ബോധമില്ലടാ. അവിടെ ഇരിക്കണവന്മാരെല്ലാം ചിരിച്ച് കളിച്ച് ബഹളം ഉണ്ടാക്കി ആ കുടുംബത്തിൻ്റെ അവസ്ഥ പോലും ചിന്തിക്കാത്ത ചറ്റകൾ. അല്ലാണ്ട് എന്ത് പറയാൻ അവനൊക്കെ. പ്രത്യേകിച്ച് ചന്തു അവൻ്റെ അച്ഛനുമായിട്ട് എത്രത്തോളം ബോണ്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. ചന്തുവിൻ്റെ പഴയ ഒരു ബൈറ്റാണ്. അച്ഛൻ സലീമേട്ടൻ എന്താ പറഞ്ഞ ലൈക്ക് പടം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത? ഞാൻ ഇതുവരെ അച്ഛൻ്റെ ചെറുപ്പം മാത്രമേ ചെയ്തിട്ടുള്ളൂ, 2 സിനിമയിൽ, ലവൻ സിംഗ് കപൂറും മാലിക്കും. അപ്പോൾ എനിക്ക് ഈ മഞ്ഞമ്മൽ ബോയ്സിൽ അഭിനയിക്കാനുള്ളൊരു ഇത് കോള് വന്നെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചത് നിനക്കൊക്കെ ആരുടെ എൻ്റെ ചെറുപ്പം അല്ലാതെ റോള് തന്നെയാണ്. അതാണ് അച്ഛൻ ചോദിച്ചത്. കേട്ടല്ലോ, അത്രയും ബോണ്ടായിട്ടാണ് അവർ അപ്പനും മോനും എന്ന് പറയുന്ന ഒരു ഇത് പോയിട്ടുള്ളത്. ചിലപ്പോൾ ചില മക്കൾക്ക് സ്വന്തം അപ്പനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ സീന് കാണത്തില്ല, കാരണം അത്രയും ബോണ്ടല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ചന്തുവിൻ്റെ അവിടുത്തെ നിൽപ്പും സംസാരവും അതുപോലെ തന്നെ അവൻ പെട്ടെന്ന് ഇമോഷണലി പെട്ടെന്ന് അവൻ കരയുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അവൻ എത്രത്തോളം ക്ലോസ് ആയിരുന്നു അവൻ്റെ അപ്പനുമായിട്ടെന്ന്, ഓക്കെ. ഒന്ന് ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ഈ മീഡിയക്കാരി കോണാത്തിലെ പരിപാടി ഒന്ന് നിർത്തുക, ഓക്കെ. എനിക്ക് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എന്തോ പോലെ തോന്നില്ല. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല. ഞാനും ഈ ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ട ആ ഒരു മൈൻഡിലിരുന്ന്. പക്ഷെ എനിക്കിതിപ്പോൾ 10 പറയണമെന്ന് തോന്നിയിട്ട് 10 പറയണമെന്ന് തോന്നി. 10 പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇതെന്തുവാ കാണിക്കുന്നത്? കോണാത്തിലെ പരിപാടി. ഒരു മരണ വീട്ടിൽ പോയിട്ട് എങ്ങനെ നിൽക്കണം എന്നുള്ള സാമാന്യ ബോധമില്ല. കുറേ എണ്ണം ചിരിച്ചോണ്ട്, കുറേ എണ്ണം സെൽഫി എടുത്തോണ്ട്, കുറേ എണ്ണം ഷേക്കൻഡ് കൊടുത്തോണ്ട്, കുറേ എണ്ണം ആഘോഷിക്കുന്നു. ഒന്നും പറയാനില്ല. ഒരു നാറിക്ക് പറന്തവൻ VD സതീശനുണ്ട്, മറ്റേ അവൻ്റെ സാമാനം ഇട്ട് കൊടുക്കണം ഉടനെ. ഇത്രയേ ഉള്ളൂ ഇവൻ്റെയൊക്കെ വിവരങ്ങൾ. പറയാനില്ല, പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വായി പൂട്ടി മിണ്ടായിരിക്കണം. കാരണം വല്ലതും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് അഭിപ്രായം പറഞ്ഞാലും പറയും നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കിയാണ്. ഇതൊക്കെയാണ് അവസ്ഥ. ഒന്നും പറയാനില്ലടേ. ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തെറി വിളിക്കണമെങ്കിൽ വിളിച്ചോ. എന്താണെന്ന് വെച്ചാൽ കമൻറ്റ്. ബൈ.